പച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കി വ്ലോഗ്സ് അഭിലാഷ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരുള്ള ജോയ്സ് യൂസ്ഡ് കാർസിലാണ് കേട്ടോ. എന്താന്നല്ലേ, ഇവിടെ നല്ല രീതിയിലുള്ള ലക്ഷറി കാറുകളുടെ കളക്ഷൻ ഉണ്ട്. ആ ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. വാ. പക്ഷേ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ 2018 മാനുഫാക്ചറിങ് 2019 രജിസ്ട്രേഷൻ താറ് കേട്ടോ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 52,000 കിലോമീറ്റർ ആണ് ഇവന് ഓടിയിട്ടുള്ളത് കേട്ടോ. മൊത്തം ടോപ്പ് എൻഡ് അടിച്ചത്, അതായത് ഓഫ് റോഡിനുള്ള പർപ്പസിനും എല്ലാ രീതിയിലും നമുക്ക് വണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഫ് റോഡൊക്കെ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് സെലക്ട് ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ടയേഴ്സൊക്കെ വരുമ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു 95% ടയേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ടയേഴ്സിനൊന്നും വേറെ ഒരു തേയിലോ കാര്യങ്ങളോ ഇല്ല. കീഴിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ അത്. കാരണം അത്ര നന്നായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ആ ഒരു ബേസ് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ പറ്റും. ഇന്റീരിയൽ ബേസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ സീറ്റ് ആയാലും നല്ല രീതിയിൽ ബാക്ക് സീറ്റൊക്കെ അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡീഷണൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ടോപ്പ് എൻഡ് അടിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കിലോട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണം ബാക്കിലോട്ട് കയറാൻ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ ആ ഒരു ബേസ് ബാക്ക് ഡോർ തുറക്കാണെങ്കിലും ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്ക് ബാക്കിലേക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പൊ മച്ചവരെ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിൾ സ്റ്റാർട്ടിങ് കേട്ടോ. എന്താ പറയാ, നിങ്ങൾക്ക് ഓഫ് റോഡ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ താറ്, അല്ലെ? എന്താ പറയാ, ആ ഒരു കണ്ടോ, ഞാൻ ഇരുന്നിട്ട് ആ ഒരു ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. മൊത്തം നമുക്ക് ആ റോഡും കാര്യങ്ങളെല്ലാം കിട്ടും. 52,474 കിലോമീറ്റർ ആണ് ഓടിച്ചിട്ടുള്ളത് കേട്ടോ. എന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ കിട്ടാവുന്നുള്ളൂ. അപ്പൊ പക്ഷെ പറയാം, നിങ്ങൾ താറൊക്കെ എടുക്കാൻ ആഗ്രഹമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത റേറ്റിൽ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിക്ക് പറയുന്ന റേറ്റ് 9,35,000 രൂപയാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ നേരിട്ട് വരുവാണെങ്കിൽ നെഗോഷ്യബിൾ റേറ്റ് ആണിത്. നിങ്ങൾ ഓക്കെ ആണ്, വില്ലിങ് ആവുകയാണെങ്കിൽ നമുക്കത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തവർ ക്ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും താറ് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി ടൈം കളയേണ്ട, നേരെ ജോയ്സ് കാർസിലേക്ക് പോന്നോട്ടെ കേട്ടോ. പക്ഷേ അടുത്തത് നമ്മുടെ മുന്നിലുള്ളത് ടിയാഗോ കേട്ടോ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത് കേട്ടോ. പക്ഷേ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അലോയ്സ് ആണ് നമുക്ക് വരുന്നത്. ടയറിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കൊരു 80-85 അടുത്തേക്ക് ടയേഴ്സ് വരുന്നുണ്ട്. സ്റ്റെപ്പിനി ആയാലും എല്ലാ ടയറുകളും ഞാൻ പറഞ്ഞല്ലോ 80-85 ആ ഒരു ഇതിലേക്ക് ടയേഴ്സും വരുന്നുണ്ട് കേട്ടോ.
2021 സിംഗിൾ ഓണർ പെട്രോൾ ഓട്ടോമാറ്റിക് ടിയാഗോ ട്ടാ. മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് ടിയാഗോ. അതും ലേഡീസിനൊക്കെ സുഖമായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് ആണ്, കൊണ്ടു നടക്കാൻ സുഖമാണ്. നല്ലൊരു ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി കേട്ടോ. നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടുള്ള വണ്ടിയാണ്. സീറ്റായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല എന്താ പറയുക, അധികം വൃത്തികേടാക്കാണ്ട് ഇന്റീരിയലൊക്കെ കൊണ്ടു നടന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെച്ചാൽ നമ്മുടെ ജസ്റ്റ് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടല്ലോ, പഴം എന്ന് പറയില്ലേ, പക്ക പഴം നോക്കിട്ടോ. ഒരു നൈസ് വിരല കൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓണാണ് ഇപ്പോ. ഓക്കെ, ഒരു ചെറിയ വിരല കൊണ്ട് തന്നെ നമുക്ക് അനായാസമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ടാറ്റ പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ടാറ്റ അത്ര ഹൈലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സാധാരണ ഒരു ഫാമിലിക്കൊക്കെ മൈലേജ് ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയും പറ്റാവുന്ന ഒരു വണ്ടി തന്നെയാണ് നമുക്ക് ടാറ്റ ടിയാഗോ കേട്ടോ. ഈ ഒരു വണ്ടിക്ക് പറയുന്ന വില 5,70,75,000 രൂപയാണ് കേട്ടോ. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞോണം, ചോയ്സ് കാർസിലേക്ക് നേരിട്ട് വിളിക്കാം. ഇവരുടെ നമ്പർ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വില്ലിങ് ആണെങ്കിൽ റേറ്റിലൊക്കെ നല്ല മാറ്റം വരും കേട്ടോ. സിറ്റിനെ പറ്റി പറയുമ്പോൾ സിറ്റിയുടെ ഒരു കസ്റ്റമർ തന്നെയായിരുന്നു ഞാൻ. എൻ്റെ ആദ്യം ഉണ്ടായിരുന്നത് ഹോണ്ട സിറ്റി തന്നെയാണ്. എനിക്ക് യാത്രാസുഖത്തിൽ ഏതാ വണ്ടി നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് മടി കൂടാണ്ട് പറയും സിറ്റി കേട്ടോ, ഹോണ്ട സിറ്റി. യാത്രയിൽ ഇത്ര കംഫേർട്ട് കിട്ടുന്നൊരു വണ്ടി വേറെ ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. അറിയില്ല എങ്ങനെയാന്നുള്ളത്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് ടയർ ബേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 80-85% ഫ്രണ്ട് ടയറോളം ഉണ്ട്. നമുക്കൊരു ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടയർ ഒരു 50-55% ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും അത്യാവശ്യത്തിന് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓടാനുള്ള ടയർ നമുക്കുണ്ട്. പക്ഷേ ഇവന്റെ ഇന്റീരിയറിലോട്ടും വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടന്നായിരുന്ന ഒരു വണ്ടി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ ഹോണ്ട സിറ്റി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ലോങ് ജേണിക്കായാലും നമുക്ക് സിറ്റി ഡ്രൈവിനായാലും കംഫർട്ടായിട്ട് തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഹോണ്ട സിറ്റി കേട്ടോ. യാത്ര കംഫർട്ടും. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. എഞ്ചിൻ ബേസ് ഒക്കെ നോക്കുമ്പോൾ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ വരെ നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റിക്ക് പറയുന്ന റേറ്റ് 7,85,000 രൂപയാണ് കേട്ടോ. അതും നെഗോഷ്യബിൾ ആണ്.
അടുത്ത് നമ്മൾ കാണാൻ പോണത് ടൊയോട്ട ഫോർച്യൂണർ. എന്റെയൊക്കെ എന്താ പറയാ ഏറ്റവും ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു മുതലിനെ സ്വന്താക്കണം എന്നാണ് കേട്ടോ. സപ്പോർട്ടും ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കാലത്ത് ഈ ഒരു വണ്ടി സ്വന്താക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ പറയാം. 2015 ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 1,20,000 കിലോമീറ്റർ ആണ് കറക്റ്റ് ജെന്യുവൻ ആയിട്ട് ഓടിയിട്ടുള്ളത്. പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സർവീസ് ഹിസ്റ്ററി കിട്ടുന്നതാണ് കേട്ടോ വണ്ടിയുടെ. NOC അടക്കമുള്ള റേറ്റ് ആണ് നമ്മൾ ഈ വണ്ടിക്ക് പറയാ. NOC ഇവിടെ തന്നെ എടുത്തിരുന്നതായിരിക്കും കേട്ടോ. 2015 ഈ ഒരു ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ നമുക്ക് വരുന്നത്. ടയറൊക്കെ നോക്കിയേ, പർപ്പസിനൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ. ഫോർച്യൂണർ, താറ്, ജിംനി അല്ലേ, അതൊക്കെ ആർക്കും ഒരു ആഗ്രഹം ഇല്ലാത്തല്ലേ. ഒരു ഓഫ് റോഡ് പോകണം, കുന്നും മലയും കയറിയൊക്കെ പോയി, അതൊരു വൈബ് തന്നെയാണ് അല്ലേ. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും വലിയൊരു ആഗ്രഹമുള്ള വണ്ടികളൊക്കെ ആയിരിക്കും ഇത്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് എന്താ പറയാ കഠിനാധ്വാനം ചെയ്യുക. നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ നമുക്ക് നേടുക തന്നെ ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം. ഈ ഒരു സ്റ്റെപ്പിലൊക്കെ പിടിച്ച് അങ്ങോട്ട് ചവിട്ടി ഇതിവല്ലേ അങ്ങോട്ട് കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇരിക്കട്ടോ നമുക്ക്. ഓക്കേ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഫ്രണ്ട് ആകെ ഒരു വ്യൂ നോക്കിയേ. എന്താ പറയാ, നമ്മളൊരു കുഞ്ഞിയ വണ്ടിയിലൊക്കെ പോകുമ്പോ ഈ ലോറിക്കാര് ബസ്സുകാര് ഉള്ളൊരു നോട്ടല്ലേ അവരുടെ ഏതാ കുഞ്ഞിതല്ലേ നമ്മൾ പോട്ടെ എന്നുള്ള ആ ഒരു ഇത്. പക്ഷെ ഈ ഒരു വണ്ടിയിലൊക്കെ വരുമ്പോ അതൊരു മാറ്റം തന്നെയാണ് കേട്ടാ. നമ്മളവരുടെ മുന്നിൽ രാജാവ് തന്നെയാണ്. കാരണം അത് എത്ര പറഞ്ഞാലും വെച്ചാൽ ആ വണ്ടിയുടെ ആ ഒരു വലിപ്പുണ്ടല്ലോ, അതിൽ തന്നെയാണ് കേട്ടോ കാര്യം. പറഞ്ഞല്ലോ, നീറ്റായിട്ട് കൊണ്ട് നടന്നിട്ടുള്ള വണ്ടി തന്നെയാണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്കയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമുക്കൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ എല്ലാ സിസ്റ്റവും നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓട്ടോമാറ്റിക് ആണ്. ദെൻ ഓഫ് റോഡിനുള്ള 4x4 ആ ഒരു നോബ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഒക്കെ കണ്ടോ, നല്ല ക്ലാസ് ക്വാളിറ്റി തന്നെയല്ലേ. ഓക്കെ, ഒരു ലക്ഷറി വണ്ടി തന്നെയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, സ്റ്റാർട്ട് ആവുമ്പോഴുള്ള ആ ഒരു ചെറിയ കുലിക്കണ്ടല്ലോ. നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഒരു വലിയൊരു ഫാമിലി ഒക്കെ ആണെങ്കിൽ സുഖമായിട്ടൊരു യാത്ര ലോങ് ജേർണിക്കൊക്കെ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഇപ്പൊ ചില വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് പകരം 2 വണ്ടിയൊക്കെ എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പൊ ഈ ഒരു ഫോർച്യൂണറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിലൊക്കെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. എന്തായാലും ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുള്ള ഒരു വണ്ടി തന്നെയാണ് ഫോർച്യൂണർ. എന്തെങ്കിലും എടുക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം കേട്ടോ. കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും മച്ചവരെ എത്രത്തോണ്ട് ആ വണ്ടി നന്നായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള വണ്ടിയാണെന്ന്. ഈ വണ്ടിക്ക് നമുക്ക് NOC അടക്കം പറയുന്നത് 16,90,000 രൂപയാണ്. നമുക്കതിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. നിങ്ങളിവിടെ നേരെ വന്നു കഴിഞ്ഞ് നമുക്ക് വില്ലിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ.
പക്ഷേ അടുത്തത് നമ്മുടെ വാഹനങ്ങളുടെ രാജാവായിട്ടുള്ള നമ്മുടെ സ്വന്തം ബെൻസ് കേട്ടോ. C250 CDI വൈറ്റ് കളർ വണ്ടിയാണ് വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വരുന്നത്. 74,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ കൂടുതൽ ലക്ഷറി ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ എങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ബെൻസ്. ഓക്കെ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വാഹനങ്ങളിലെ ഒരു വണ്ടി തന്നെയാണ് ബെൻസ് അല്ലേ. അത് ജസ്റ്റ് നോക്കിയോ കൂട്ടെ, എന്താ ലുക്കിലേക്ക് എടുക്കണത്. നമ്മള് ബെൻസ് C250 CDIയുടെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിട്ടാ നമ്മുടെ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. രക്ഷയില്ലേ അല്ലേ. നമുക്ക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ബാക്കില് നമുക്ക് എന്താ പറയാ നല്ല ലക്ഷറി സീറ്റിംഗ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മച്ചാ, നമ്മള് എത്ര ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കംഫേർട്ട് ഉണ്ടല്ലോ. സെഡാൻ വണ്ടി ബേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ പറയാ വീൽ ബേസ് ഒക്കെ കൂടുതലായിരിക്കും. ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു കംഫേർട്ടാണ് കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ പഴം തന്നെ പറയാം കേട്ടോ. നമുക്കൊരു വിധം വേണ്ട എല്ലാ ഫ്യൂച്ചറുകളും നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ലക്ഷറി വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ബെൻസ് C250 CDI നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഈ വണ്ടിയുടെ ഒക്കെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ എന്തായാലും ചെയ്തിരിക്കും കേട്ടോ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട്. ഓരോ ടയേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു 60% ടയേഴ്സ് നമുക്ക് വണ്ടിക്ക് ഉണ്ട് കേട്ടോ. മൊത്തം ടയർ നോക്കുമ്പോൾ ഒരു 60% ടയേഴ്സ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി NOC അടക്കം അവർ 9,50,000 രൂപയാണ് പറയുന്നത്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. വന്ന് ഡീലിംഗ് ആവുകയാണെങ്കിൽ നമുക്ക് റേറ്റ് ഒക്കെ നെഗോഷ്യബിൾ ചെയ്ത് തരും കേട്ടോ. നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് കാറുകൾ പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മുടെ ബിപിൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ബിപിൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. ഓക്കെ ബിപിൻ ചേട്ടാ, നമ്മുടെ ഇപ്പൊ അത്യാവശ്യം ഫോർച്യൂണർ ആയാലും ബെൻസ് ആയാലും എല്ലാ വണ്ടികളിലും നമ്മൾ താറ് എല്ലാ വണ്ടികളിലും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വാഗണർ ബേസ് ഒക്കെ വരുമ്പോ എങ്ങനെയാണ് മോഡല്, എന്താണ് വില വരുന്നത്? ഇത് 2019 മോഡൽ വണ്ടിയാണ് വാഗണർ. ഇതിന്റെ റേറ്റ് വരുന്നത് 4,95,000 ആണ്. 4,95,000 അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണോ? ആ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? നമ്മൾ സർട്ടിഫൈഡ് കാറാണ്, നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരുവാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. ബ്രോ, ഇത് 2018 മോഡലാണ്, സ്വിഫ്റ്റ് VXA ആണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 5.5 ആണ്. ഓണർ വണ്ടിയാണ്, ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ബ്രോ, ഇത് 2018 മോഡലാണ്, S Cross ആണ്, മാരുതിയുടെ നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 830 ആണ്. പിന്നെ 830 നമുക്ക് ഇതിന് ഫിനാൻസിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെ അതെ. പിന്നെ നമുക്ക് ഒരുപാട് കാർസ് എടുക്കുന്നുണ്ട്, അകത്തും പുറത്തായിട്ട് വണ്ടികളുണ്ട്. ഓടി വരുന്നുണ്ട്, ബെൻസ് വരുന്നുണ്ട്, പിന്നെ കിഡ് ഉണ്ട്, പജറോ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, കാർസ് അവൈലബിൾ ആണ്. അതെ അതെ. പിന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾ വരുമ്പോ ഇങ്ങനെ വീഡിയോ കണ്ടുവരുവാണെങ്കിൽ അബുവിന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നത് അത് പറയുകയാണെങ്കിൽ നന്നായി. ഓക്കെ, താങ്ക് യു. നമ്മുടെ ജോയ്സ് യൂസ്ഡ് കാർസിന്റെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും നിങ്ങൾ യൂസ്ഡ് കാർസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. ഇവരെ വിളിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർ അബുവിന്റെ വീഡിയോ കണ്ടിട്ടാണ് വരണേ എന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ.